തലസ്ഥാനമായ തെഹ്റാൻ അടക്കം ഇറാന്റെ വിവിധ ഭാഗങ്ങളിൽ ഇസ്രായേൽ നടത്തിയ ഭീകരാക്രമണം വർഷങ്ങൾ നീണ്ട ആസൂത്രണത്തിന് ശേഷമാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇസ്രായേലിൽ നിന്ന് പറന്നുയർന്ന 200-ലേറെ അത്യാധുനിക ബോംബർ വിമാനങ്ങൾ മാത്രമല്ല, ഇറാന്റെ മണ്ണിൽ സയനിസ്റ്റ് രാഷ്ട്രം സ്ഥാപിച്ച രഹസ്യ താവളങ്ങളും ആക്രമണത്തിൽ പങ്കെടുത്തുവെന്നാണ് ഇസ്രായേൽ മാധ്യമങ്ങൾ അവകാശപ്പെടുന്നത്. ഉപരോധങ്ങളിൽ വലഞ്ഞ ഇറാന്റെ ഇന്റലിജൻസ് പ്രതിരോധ ദൗർബല്യങ്ങൾ മുതലെടുത്താണ് ഇസ്രായേൽ മേഖലയെ മറ്റൊരു യുദ്ധ സാഹചര്യത്തിലേക്ക് നയിച്ചിരിക്കുന്നത് എന്നാണ് ഇതിനർത്ഥം. ഇസ്രായേലിലെ പ്രമുഖ മാധ്യമമായ ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് പ്രകാരം ഇറാൻ തലസ്ഥാനമായ തെഹ്റാന് സമീപം തന്നെ മൊസാദ് ഒരു രഹസ്യ വ്യോമതാവളം സ്ഥാപിച്ചിരുന്നു. അധികൃതരുടെ കണ്ണുവെട്ടിച്ച് കടത്തിക്കൊണ്ടുവന്ന ഡ്രോണുകളാണ് ഇവിടെ വിന്യസിച്ചിരുന്നത്. ഈ കേന്ദ്രത്തിൽ നിന്ന് ഇന്നലെ രാത്രി പറന്നുപൊങ്ങിയ ഡ്രോണുകളാണ് ഇറാന്റെ ഉന്നത സൈനിക നേതാക്കളെയും ശാസ്ത്രജ്ഞരെയും വധിക്കാൻ ഇസ്രായേൽ ഉപയോഗിച്ചത്. ഇത്തരമൊരു ആക്രമണത്തിന് വേണ്ടി തങ്ങൾ വർഷങ്ങളായി തയ്യാറെടുത്തു വരികയായിരുന്നുവെന്നാണ് ഒരു സൈനിക ഉദ്യോഗസ്ഥൻ ടൈംസ് ഓഫ് ഇസ്രായേലിനോട് പറയുന്നത്. ഇറാന്റെ മണ്ണിൽ തന്നെ ഒരു ഡ്രോൺ താവളം സ്ഥാപിക്കുക, മാരക പ്രഹരശേഷിയുള്ള ബോംബുകളും മറ്റായുധങ്ങളും അവിടെ എത്തിക്കുക, ഇസ്രായേലി കമാൻഡോകളെ ഇറാനുള്ളിലേക്ക് കടത്തുക എന്നിവ അടക്കമുള്ള ദൗത്യം വർഷങ്ങൾക്ക് മുൻപേ മൊസാദ് തുടങ്ങിവെച്ചതാണ്. ഇറാൻ അധികൃതരുടെ കണ്ണുവെട്ടിച്ചും ചാരന്മാരുടെ സഹായത്തോടെയും പിടിക്കപ്പെടാതെ മൊസാദ് താവളം സജ്ജമാക്കി. ഇന്നലെ രാത്രി തെല്ലാവീവിൽ നിന്നുള്ള ഓർഡർ ലഭിച്ചയുടൻ ഈ താവളത്തിലെ ഡ്രോണുകൾ പ്രവർത്തന സജ്ജമാവുകയും രാത്രിയുടെ ഇരുട്ടിൽ പറന്നുപൊങ്ങി ബോംബുകൾ വർഷിക്കുകയും ചെയ്തു. റെസിഡൻഷ്യൽ ബിൽഡിങ്ങുകളും വാണിജ്യ സ്ഥാപനങ്ങളുമെല്ലാം ഈ ആക്രമണത്തിന് ഇരയായിട്ടുണ്ട്. തെഹ്റാനിൽ മാത്രമല്ല, മധ്യ ഇറാനിൽ ഇറാന്റെ ആന്റി എയർക്രാഫ്റ്റ് പ്രതിരോധ സംവിധാനങ്ങൾക്ക് സമീപവും ഇസ്രായേൽ രഹസ്യമായി മിസൈൽ സ്ഥാപിച്ചിരുന്നു. ഇസ്രായേൽ വിമാനങ്ങൾ ആക്രമണം തുടങ്ങിയ ഉടൻ തന്നെ ഈ വിമാനവേധ സംവിധാനങ്ങൾക്ക് നേരെ മിസൈൽ ആക്രമണം ഉണ്ടായെന്നും ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇന്റലിജൻസ് വിവരങ്ങൾ ഉണ്ടായിട്ടും ഇസ്രായേൽ വിമാനങ്ങൾക്കെതിരെ പ്രതിരോധം തീർക്കാൻ ഇറാന് കഴിയാതിരുന്നത് ഇതുകൊണ്ട് കൂടിയാണെന്നാണ് നിഗമനം. പശ്ചിമേഷ്യൻ മേഖലയെ യുദ്ധക്കളമാക്കാൻ ഒരുങ്ങിപ്പുറപ്പെട്ട ഇസ്രായേൽ അമേരിക്കയുടെ പിന്തുണയോടെയാണ് അതിക്രമങ്ങളെല്ലാം നടത്തുന്നതെന്നാണ് ഇറാൻ ആരോപിക്കുന്നത്. ഇത്തവണ ആക്രമണത്തിന് തങ്ങൾ പിന്തുണ നൽകിയിട്ടില്ല എന്നാണ് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പറയുന്നത്. എന്നാൽ ആ വാദം എത്രമാത്രം അപഹാസ്യമാണെന്ന് ലോകത്തിനറിയാം. മറ്റു രാജ്യങ്ങളിൽ നുഴഞ്ഞു കയറി ഭീകര താവളങ്ങൾ സ്ഥാപിക്കുക, അഭ്യൂഹങ്ങളും ആരോപണങ്ങളും ആയുധമാക്കി അവർക്കെതിരെ ആക്രമണം നടത്തുക, അതിനെതിരെ പ്രതികരിക്കുന്നവരെയെല്ലാം സെമിറ്റിക് വിരോധികളാക്കി ചിത്രീകരിക്കുക എന്ന സ്ഥിരം പല്ലവി ഇസ്രായേൽ തുടരുമ്പോഴും അവരെ പരസ്യമായി തന്നെ പിന്തുണയ്ക്കുന്ന രാഷ്ട്രമാണ് അമേരിക്ക. ഗസയിലെ നരഹത്യ അവസാനിപ്പിക്കാൻ ഇസ്രായേലിനോട് ആവശ്യപ്പെടുന്ന UN പ്രമേയത്തെ അമേരിക്ക വീറ്റോ ചെയ്തു തോൽപ്പിച്ചത് ഈയിടെയാണ്. ഇസ്രായേലിന്റെ ഈ അതിക്രമത്തിന് ഇറാൻ തിരിച്ചടി നൽകുകയും മേഖല യുദ്ധക്കളമായി മാറുകയും ചെയ്യുകയാണെങ്കിൽ അതിന് സയനിസ്റ്റ് രാഷ്ട്രത്തോടൊപ്പം തന്നെ അമേരിക്കയും ഉത്തരവാദികളായിരിക്കും.